പോയാൽ കാര്യങ്ങൾ ശരിയാകില്ല എന്ന് കോൺഗ്രസ് മനസ്സിലാക്കിയിരിക്കുന്നു. ആ പഴയ പ്രതാപം തിരിച്ചുപിടിക്കാൻ പഴയ ആളുകളെ തന്നെ മുന്നിട്ടിറക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. അതിനായി കോൺഗ്രസ് സംഘടനാ മാറ്റങ്ങൾ പ്രഖ്യാപിച്ചതിന് പിന്നാലെ പഴയ മുഖങ്ങളെ കൊണ്ടുവരുന്നു എന്ന വാർത്തകൾ കൂടി വരികയാണ്. കോൺഗ്രസ് പുനഃസംഘടനയിൽ മുൻ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി ഭൂപേഷ് ബഗേലിനെ പഞ്ചാബിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയായിട്ടും രാജ്യസഭാ MP സയ്യിദ് നസീർ ഹുസൈനെ ജമ്മു കാശ്മീർ, ലഡാക്ക് എന്നിവയുടെ ജനറൽ സെക്രട്ടറിയായിട്ടും നിയമിച്ചു. മൊത്തത്തിൽ പാർട്ടി 6 ജനറൽ സെക്രട്ടറിമാരെയും ഇൻചാർജുകളെയും മാറ്റിയിരിക്കുകയാണ്. അതിൽ പ്രമുഖരായ ദീപക് ബാബറിയ, മോഹൻ പ്രകാശ് എന്നിവരും ഉൾപ്പെടുന്നു. കൂടാതെ 2 പുതിയ ജനറൽ സെക്രട്ടറിമാരും 9 ഇൻചാർജുകളെയും നിയമിച്ചു. മുതിർന്ന പാർട്ടി നേതാവും രാജ്യസഭാ MPയുമായ രജനി പാട്ടീലിനെ ഹിമാചൽ പ്രദേശിലെയും ചണ്ഡീഗഡിലെയും പാർട്ടി കാര്യങ്ങളുടെ ചുമതലയും കർണാടകയിലെ മുതിർന്ന കോൺഗ്രസ് നേതാവ് BK ഹരിപ്രസാദിനെ ഹരിയാനയുടെ ചുമതലയും രാജസ്ഥാൻ മുൻ മന്ത്രി ഹരീഷ് ചൗധരിയെ മധ്യപ്രദേശിന്റെ ചുമതലയും ഏൽപ്പിച്ചു. മുൻ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി, വിശ്വസ്തൻ കൃഷ്ണൻ അല്ലാവരു, K രാജു, മീനാക്ഷി നടരാജൻ എന്നിവരെ യഥാക്രമം ബീഹാർ, ജാർഖണ്ഡ്, തെലങ്കാന എന്നിവിടങ്ങളിൽ AICC ഭാരവാഹികളായി നിയമിച്ചു. ഒഡീഷയിലെ പാർട്ടി കാര്യങ്ങൾ മുൻ ഉത്തർപ്രദേശ് കോൺഗ്രസ് മേധാവി അജയ് കുമാർ ലല്ലു കൈകാര്യം ചെയ്യും. ഗോവ മുൻ മേധാവി ഗിരീഷ് ചോദങ്കർ തമിഴ്നാടിന്റെയും പുതുച്ചേരിയുടെയും ചുമതല വഹിക്കും. മണിപ്പൂർ, ത്രിപുര, സിക്കിം, നാഗാലാൻഡ് എന്നീ സംസ്ഥാനങ്ങളിലെ പാർട്ടി കാര്യങ്ങളുടെ ചുമതല സപ്തഗിരി ശങ്കർ ഉലയ്ക്ക് നൽകി. ജനറൽ സെക്രട്ടറിമാരുടെയും ഇൻചാർജുമാരായ ദീപക് ബാബറിയ, മോഹൻ പ്രകാശ്, ഭരത് സിംഗ് സോളങ്കി, രാജീവ് ശുക്ല, അജോയ് കുമാർ, ദേവേന്ദ്ര യാദവ് എന്നിവരുടെ സംഭാവനകളെ പാർട്ടി അഭിനന്ദിച്ചു. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പ്രസ്താവനയിൽ പറഞ്ഞത് ഇതൊരു പുതിയ തുടക്കം എന്നാണ്. മറ്റൊരു കാര്യം എന്തെന്നാൽ രാഹുൽ ഗാന്ധി തന്റെ MPമാരെ ഉപദേശിച്ചു തുടങ്ങി എന്നതാണ്. രാജ്യസഭയിലും ലോകസഭയിലും അക്ഷമമായി നടക്കുന്ന അനീതികളെ കണ്ണും പൂട്ടിയിരിക്കുന്നത് ശരിയല്ല എന്നും MPമാരോട് വാ തുറന്ന് സംസാരിക്കാനുമാണ് രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം ഉപദേശിച്ചത്. നിങ്ങൾ വാ തുറന്ന് സംസാരിക്കൂ എന്ന് തന്റെ MPമാരോട് അപേക്ഷിക്കേണ്ട ഗതികേടിലേക്ക് രാഹുൽ ഗാന്ധി എത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു മാറ്റത്തേക്ക് കോൺഗ്രസ് എത്തിയത്. കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും കൂടുതൽ MPമാരുണ്ടായിട്ടും ആ സംസ്ഥാനങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങളോ ആവശ്യങ്ങളോ നിറവേറ്റിയെടുക്കാൻ കേന്ദ്രത്തിൽ നിന്നും ഈ MPമാർക്ക് കഴിഞ്ഞിട്ടില്ല. അതിനുള്ള കാരണം വാ തുറന്ന് സംസാരിക്കാത്ത തന്നെയാണെന്നാണ് രാഹുൽ ഗാന്ധിയുടെ അഭിപ്രായം. ഹിന്ദിയിലോ ഇംഗ്ലീഷിലോ പഞ്ചാബിലോ മലയാളത്തിലോ തമിഴിലോ മലയാളത്തിലോ ഏത് ഭാഷ വേണമെങ്കിലും നിങ്ങൾക്ക് പാർലമെന്റിൽ സംസാരിച്ചേ മതിയാകൂ എന്നാണ് രാഹുൽ ഗാന്ധി ഗതിയില്ലാതെ പറഞ്ഞത്. അതുവഴി നിങ്ങളുടെ ഭാഷയെയും വാക്കുകളെയും അവർ ഭയക്കണമെന്നും രാഹുലിന്റെ ഉപദേശം വന്നു. നെല്ലിന് വളം വെക്കാതെ കതിരിന് വെള്ളം വെച്ചിട്ട് കാര്യമില്ല എന്ന് രാഹുൽ ഗാന്ധി തിരിച്ചറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. പിടിവാശിയും അധികാരക്കൊതിയുടെ അഹംഭാവവും കൊണ്ട് കോൺഗ്രസ് നേതാക്കൾ പലരും തോറ്റുമടങ്ങുന്നു എന്ന സത്യം രാഹുൽ അവരിലേക്കും എത്തിക്കുകയാണ്. കേരളം ഉൾപ്പെടെയുള്ള പല പ്രധാന സംസ്ഥാനങ്ങൾക്കും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ പുതിയ മാറ്റം കോൺഗ്രസ് നടത്തിയിരിക്കുന്നത്.